Hi friends, Assalamualaikum. Welcome back to my channel Babyskitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന പുട്ട് കൊണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുട്ട് എന്നുണ്ടാക്കിയാലും 2 കഷ്ണമൊക്കെ എന്നും ബാക്കിയായിരിക്കുമല്ലേ. അപ്പോൾ ഇനി ബാക്കിയുണ്ടായാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ലഡു ഉണ്ടാക്കിയിട്ട് കമൻസ് അറിയിക്കണേ. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 3 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉടച്ചെടുത്ത പുട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മധുരം നമ്മുടെ സാധാ ലഡുവിൻ്റെ അതേ അളവിലൊക്കെ വേണം എന്നുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കുറച്ച് റെഡ് കളറും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം കട്ടാക്കിയതും കിസ്മിസും ചേർത്ത് ഇതുപോലെ വീണ്ടും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇളക്കി കൊടുക്കും തോറും പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും കേട്ടോ. ഇതിലുള്ള പഞ്ചസാര ലായനിയൊക്കെ വറ്റിയിട്ട് ഇതുപോലെ മുഴുവനായിട്ടും പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. എന്നിട്ട് ആ നല്ല ചൂടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്ത് കയ്യിലിട്ട് ഉരുട്ടിയിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഈ ഒരു പുട്ട് വെച്ചിട്ട് ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഒരു കഷ്ണമെങ്കിലും ബാക്കിയില്ലാതിരിക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. പുട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം.